വോട്ടർ പട്ടിക പരിഷ്കരണത്തിൽ പ്രതിഷേധം ശക്തമാക്കാൻ സംസ്ഥാന സർക്കാർ തുടർ നടപടികൾക്കായി നവംബർ 5-ന് സർവകക്ഷി യോഗം ചേരുമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു. മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ ഇന്ന് വിളിച്ചു ചേർത്ത രാഷ്ട്രീയ പാർട്ടികളുടെ യോഗത്തിലും കടുത്ത വിമർശനമാണ് ബിജെപി ഒഴികെയുള്ള രാഷ്ട്രീയ പാർട്ടികൾ ഉയർത്തിയത്. SIR-നെതിരെ കേരള നിയമസഭ പ്രമേയം പാസാക്കിയതാണ്. ഇത് അവഗണിച്ച് SIR നടപ്പാക്കാനുള്ള കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ തീരുമാനത്തിനെതിരെയാണ് സംസ്ഥാന സർക്കാരിന്റെ പ്രതിഷേധം. തദ്ദേശഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കുന്ന സാഹചര്യത്തിൽ ഇതിപ്പോൾ പ്രായോഗികമല്ല എന്ന് സംസ്ഥാനത്തെ മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ തന്നെ അഭിപ്രായപ്പെട്ടതാണ്. അപ്പോൾ ഈ തീരുമാനം ശക്തമായി എതിർക്കപ്പെടേണ്ട ഒന്നാണ്. തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണത്തിനെതിരെ നിയമ നടപടി സ്വീകരിക്കുമെന്ന് CPM-ഉം കോൺഗ്രസും രാഷ്ട്രീയ പാർട്ടികളുടെ യോഗത്തിൽ കമ്മീഷനെ അറിയിച്ചു. വിയോജിപ്പുകളെ തിരസ്കരിക്കുക മാത്രമല്ല, നിഷ്കാസനം ചെയ്യിക്കുക എന്നതാണ് BJP-യുടെ നയം. വോട്ടർമാർ എന്യൂമറേഷൻ ഫോറത്തോടൊപ്പം പൂരിപ്പിച്ചു നൽകേണ്ട രേഖകൾ എന്ന് പറഞ്ഞിട്ട് ആ 13ാമത്തെ ഒരു രേഖ ചേർത്ത് ബീഹാറിലെ SIR-ന്റെ പതിപ്പ്. അപ്പൊ ബീഹാറിയുടെ നടപ്പാക്കാനാണെന്ന് ഉറപ്പല്ലേ? മിനിമം ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ പൂർത്തീകരണത്തിന് ശേഷമെങ്കിലും ഇത് അടിച്ചേൽപ്പിക്കുന്നതിന് പകരം സമാനമായിട്ട് പാരലായിട്ട് സൈമൾട്ടേനിയസ് ആയിട്ട് ഇത് ഒന്നിച്ച് നടത്താൻ നിർദ്ദേശിച്ചിരിക്കുന്നത് എന്ത് യുക്തിയുടെയും ന്യായത്തിന്റെയും അടിസ്ഥാനത്തിലാണ്? ഇതൊരു സാഡിസ്റ്റ് മനോഭാവമാണ്, ജനങ്ങളെ ദ്രോഹിക്കുക. SIR നടപ്പാക്കുന്നതിൽ നിന്ന് പിന്മാറരുതെന്ന നിലപാടാണ് യോഗത്തിൽ BJP സ്വീകരിച്ചത്. SIR-ൽ ആശങ്കകൾക്ക് അടിസ്ഥാനമില്ലെന്ന് മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ രത്തൻ യു ഗേൽക്കർ മീഡിയ വണ്ണിനോട് പറഞ്ഞു. എല്ലാ എലിജിബിൾ ആയിട്ടുള്ള ആൾക്കാരെ ഇൻക്ലൂഡ് ചെയ്യാൻ വേണ്ടിയിട്ട് തന്നെയാണ് എന്നുള്ളതാണ് നമ്മൾ എല്ലാ പാർട്ടി ആൾക്കാരോട് നമ്മൾ പറയാൻ പോകുന്നത്. അവരുടെ കയ്യിലെ രേഖകളില്ല നമുക്ക് നമ്മുടെ ശ്രദ്ധയിൽ വരുവാണെങ്കിൽ അങ്ങനെയുള്ള ആൾക്കാർക്ക് രേഖ കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള എല്ലാ നടപടി നമ്മുടെ ഭാഗത്ത് നിന്ന് തീർച്ചയായിട്ടും ഉണ്ടാവും. നവംബർ 4-നാണ് തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണത്തിന്റെ 2ാം ഘട്ട പ്രവർത്തനങ്ങൾ ആരംഭിക്കുക. മീഡിയ 1 തിരുവനന്തപുരം.